ഈ ഡ്രസ്സ് എല്ലാവരുടെയും കയ്യിലുണ്ട്, പക്ഷേ ഇതാരും ധരിക്കാറില്ല. ഈ ഡ്രസ്സ് എല്ലാവരുടെയും കയ്യിലുണ്ട്, പക്ഷേ ഇതാരും ധരിക്കാറില്ല. ഉത്തരം അഡ്രസ്. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ടാണ്? പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം കൈകൊണ്ട്. ഇത് നമ്മുടെ സ്വന്തമാണ്, എന്നാൽ ഇത് നമ്മളെക്കാൾ അധികമായി ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. ഇത് നമ്മുടെ സ്വന്തമാണ്, എന്നാൽ ഇത് നമ്മളെക്കാൾ അധികമായി ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. ഉത്തരം നമ്മുടെ പേര്. തെറ്റായ ഒരു പ്രവൃത്തി എന്നാൽ ഒരു ചിഹ്നം ഉപയോഗിച്ചാൽ അത് നല്ല പ്രവൃത്തിയാകും. അപ്പോൾ ഏതായിരിക്കും ആ വാക്ക്? തെറ്റായ ഒരു പ്രവൃത്തി എന്നാൽ ഒരു ചിഹ്നം ഉപയോഗിച്ചാൽ അത് നല്ല പ്രവൃത്തിയാകും. ഏതായിരിക്കും? ഉത്തരം കക്കുക. നല്ല പ്രവൃത്തി കാക്കുക. ഒന്നിച്ചിരുന്നാൽ ഉപയോഗമില്ല, പൊട്ടിച്ചാലേ ഉപയോഗമുള്ളൂ. ഒന്നിച്ചിരുന്നാൽ ഇതിനുപയോഗമില്ല, പൊട്ടിച്ചാൽ മാത്രമേ ഉപയോഗമുള്ളൂ. എന്തായിരിക്കും? ഉത്തരം മുട്ട. കെട്ടിച്ചു വിട്ട പെണ്ണിനോടും ബസ്സിൽ കയറിയ യാത്രക്കാരോടും ഉപദേശത്തോടെ പറയുന്ന വാക്ക് ഏതാണ്? കെട്ടിച്ചു വിട്ട പെണ്ണിനോടും ബസ്സിൽ കയറിയ യാത്രക്കാരോടും പറയുന്ന വാക്ക് ഏതാണ്? ഉത്തരം പിടിച്ചു നിന്നോണേ. പോകുമ്പോൾ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ വരുമ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാകും. ആരായിരിക്കും? പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. ഉത്തരം കരണ്ട്. പ്രധാനമന്ത്രി പോലും തലകുനിച്ച് അനുസരിച്ച് നിൽക്കുന്നത് ആരുടെ മുന്നിലാണ്? പ്രധാനമന്ത്രി പോലും തലകുനിച്ച് അനുസരിച്ച് കൊടുക്കുന്നത് ആരുടെ മുന്നിലായിരിക്കും? ഉത്തരം ബാർബറുടെ മുന്നിലാണ്. പെട്ടെന്ന് പൊട്ടണമെന്ന് ആഗ്രഹിച്ചു വാങ്ങുന്ന സാധനം എന്താണ്? പെട്ടെന്ന് പൊട്ടണമെന്ന് ആഗ്രഹിച്ചു വാങ്ങുന്ന സാധനം എന്താണ്? ഉത്തരം പടക്കം. വള്ളി വള്ളി ആയിരം വള്ളി, ആദ്യം കറുത്തിട്ട് പിന്നെ വെളുത്തിട്ട്. വള്ളി വള്ളി ആയിരം വള്ളി, ആദ്യം കറുത്തിട്ട് പിന്നെ വെളുത്തിട്ട്. ഉത്തരം തലമുടി. ഇത് വായിക്കുന്നവരുടെ കയ്യിലുണ്ട്. മുമ്പ് ഇത് വലുതായിരുന്നു, ഇപ്പോൾ ചെറുതാണ്. ഇത് അകത്ത് വെച്ചാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. എങ്കിൽ എന്തായിരിക്കും? ഉത്തരം സിം കാർഡ്. ഒരാളോട് വളരെ വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി. എന്തിനായിരിക്കും? ഒരാളോട് വളരെ വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി. ഉത്തരം ആഴത്തിൽ ചിന്തിക്കാൻ. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, മുതിർന്നവരായാൽ ചാടിക്കളിക്കും. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, മുതിർന്നവരായാൽ ചാടിക്കളിക്കും. എന്തായിരിക്കും? ഉത്തരം തവള. ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാകുന്നത് എവിടെയാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരം പ്ലാവിൽ. വലിച്ചാൽ വലുതാകുന്നത് റബ്ബറാണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്? വലിച്ചാൽ വലുതാകുന്നത് റബ്ബറാണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്? ഉത്തരം സിഗരറ്റ്. 4 അക്ഷരമുള്ള ഒരു വാക്ക്. ആദ്യത്തെ 2 അക്ഷരത്തിൽ പോയി ആദ്യത്തെ 3 അക്ഷരം വാങ്ങി. ആ 4 അക്ഷരത്തിൽ പൊതിഞ്ഞു കഴിച്ചു. എങ്കിൽ ഏതായിരിക്കും ആ വാക്ക്? ഉത്തരം കടലാസ്. വാഹനത്തിന് സൈഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? വാഹനത്തിന് സൈഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? ഉത്തരം
എടത്വ. നിറം വെളുപ്പാണ്. ആഘോഷവേളകളിലാണ് ഞാൻ താരമാകുന്നത്. എൻ്റെ പേരിൽ പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്. ഒന്ന് നീട്ടി വിളിച്ചാൽ പണി ആയുധമാണ്. ആരായിരിക്കും ഞാൻ? ഉത്തരം തുമ്പ. നിങ്ങളുടെ മുന്നിലുണ്ട്, എന്നാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കത്തില്ല. എന്തായിരിക്കും അത്? നിങ്ങളുടെ മുന്നിലുണ്ട്, എന്നാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കത്തില്ല. ഉത്തരം കണ്ണ്. എല്ലാ മരത്തിലും അണ്ണാൻ കയറും, പക്ഷേ ഈ മരത്തിൽ മാത്രം കയറത്തില്ല. എങ്കിൽ ഏതായിരിക്കും ആ മരം? എല്ലാ മരത്തിലും അണ്ണാൻ കയറും, പക്ഷേ ഈ മരത്തിൽ മാത്രം കയറത്തില്ല. ഉത്തരം സമരം. എനിക്ക് ചിറകുണ്ട്, വാലുണ്ട്, ഞാൻ പറക്കും, പക്ഷേ എനിക്ക് ജീവൻ മാത്രമില്ല. എങ്കിൽ ആരായിരിക്കും ഞാൻ? എനിക്ക് ചിറകുമുണ്ട്, വാലുമുണ്ട്, പറക്കുകയും ചെയ്യും, പക്ഷേ ജീവനില്ല. ഉത്തരം വിമാനം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കിടക്കത്തുള്ളൂ, അതും മരിക്കുമ്പോൾ മാത്രം. എങ്കിൽ ആരായിരിക്കും? ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കിടക്കുകയുള്ളൂ, അത് മരിക്കുമ്പോൾ മാത്രമാണ്. ഉത്തരം മരങ്ങൾ. വെളുക്കുമ്പോൾ കറക്കും, കറക്കുമ്പോൾ വെളുക്കും. എന്തായിരിക്കും? വെളുക്കുമ്പോൾ കറക്കും, കറക്കുമ്പോൾ വെളുക്കും. ഉത്തരം പാൽ. നടക്കുമ്പോൾ കിടക്കും, കിടന്നാൽ എടുക്കും, എടുത്താൽ പൊട്ടും, പൊട്ടിയാൽ ചുവക്കും, ചുവന്നാൽ തിന്നും, തിന്നാൽ തുപ്പും, തുപ്പിയാൽ കറക്കും, കറുത്താൽ പൊടിക്കും, പൊടിച്ചാൽ വെളുക്കും. എങ്കിൽ ആരായിരിക്കും? ഉത്തരം വാളൻപുളി. ഇനി നിങ്ങളോടൊരു ചോദ്യം. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ചോദ്യം ഇതാണ്: ഡോക്ടർ പറഞ്ഞാൽ സന്തോഷം, കടക്കാരൻ പറഞ്ഞാൽ സങ്കടം. എന്തായിരിക്കും? ഡോക്ടർ പറഞ്ഞാൽ സന്തോഷം, കടക്കാരൻ പറഞ്ഞാൽ സങ്കടം. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.